ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കണ്ണൂക്കാരുടെ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള നെയ്യടയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ കുറഞ്ഞ മധുരം മാത്രമേ ഉള്ളൂ, അപ്പോൾ എല്ലാവർക്കും കഴിക്കാനും പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് നമുക്ക് നെയ്യട തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതിലേക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു 1/2 കപ്പ് മൈദ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു 1/2 കപ്പിന് തന്നെ 1/2 കപ്പ് പശുവിൻ്റെ പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ആ ഒരു 1/2 കപ്പിന് തന്നെ 1/2 കപ്പ് വെള്ളം കേട്ടോ. അപ്പോൾ പാൽ ഇഷ്ടമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളമായിട്ട് അങ്ങ് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറഞ്ഞ ഉപ്പ് മതി, അത് അധികം ആവാൻ ഇത് നോക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുക്കുകയാണ്. നമുക്ക് നല്ല ലൂസായിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് വേണ്ടത്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു മാവ് വേണ്ടത്. ഇനി കുറച്ച് തിക്കായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. പിന്നെ അടുത്ത ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ 2 കോഴിമുട്ട കേട്ടോ എടുത്തിട്ടുള്ളത്. അതങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ കുറഞ്ഞ മധുരം മതിച്ചിട്ടാണ് 2.5 സ്പൂൺ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് അധികം മധുരം വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ 3-4 സ്പൂണൊക്കെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് ഇതാ ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതായത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും നമുക്കൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, ഇതും ഈ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെയാണ് കേട്ടോ. ഇനി നമ്മളിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ ഞാനിവിടെ സ്റ്റീമർ വെള്ളമൊക്കെ ഒഴിച്ച് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ നന്നായിട്ട് തിളച്ച് ആവിയൊക്കെ വരൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് നമ്മളിതാ അതിലേക്കൊരു പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു ഗ്ലാസിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വേണമെന്നില്ല, നമുക്ക് സ്റ്റീലിൻ്റെ പ്ലേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റീമറിന് കണക്കാക്കിയിട്ടുള്ളൊരു പാത്രം എടുത്തുവെന്നേ ഉള്ളൂ. അതിൽ ഞാൻ നന്നായിട്ട് നെയ്യൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴ്ഭാഗത്ത്. ഇനി അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ല തിന്നായിട്ട് നിൽക്കണമായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. വല്ലാണ്ട് അങ്ങ് കട്ടി വേണ്ട, തിന്നായിട്ട് നിർത്തിയാൽ മതി. അല്ലേ, അപ്പോൾ എല്ലാം ഇങ്ങനെ സൈഡിലൊക്കെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു മിനിറ്റ് കേട്ടോ, 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ആയി കിട്ടും. എന്താ വെച്ചാൽ മൈദ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടുമല്ലോ. അപ്പോൾ 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുത്തത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് ജസ്റ്റ് തൊട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കയ്യിൽ ഒട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. എന്നിട്ട് നമ്മളിതാ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ഈ എഗ്ഗിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ, അത് അതിൻ്റെ മുകളിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ആയി വന്നോളൂ. ഇതും നമ്മൾ ഒന്ന് മൂടി വെക്കുക കേട്ടോ. ഇത് 1-2 മിനിറ്റ്, എന്താ വെച്ചാൽ ആ മുട്ട ഒന്ന് വേവാവുന്ന ടൈം വരെ കേട്ടോ. 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കന്നെ അതും ആയി കിട്ടും. ഇപ്പോൾ ഇതാ ഒരു മുട്ടയുടെ ലെയറും കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈയോട് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി, എന്നാൽ അറിയാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം നെയ്യ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ RKGയോ മിൽമ ഏതായാലും കുഴപ്പമില്ല, നല്ല സ്മെല്ലുള്ളതാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് RKG കേട്ടോ. അത് ഇതുപോലെ നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ഫസ്റ്റത്തെ മാവ് ഉണ്ടല്ലോ മൈദയുടെ, അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. തിന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കുറഞ്ഞൊരളവിൽ എല്ലാം ഒരേ ആ ഒരു അളവിലെടുത്താൽ മതി കേട്ടോ. മുട്ടയുടേതാണെങ്കിലും മൈദയുടേതാണെങ്കിലും ഒരേ അളവിലെടുക്കുക. എന്നിട്ടത് മൂടി വെക്കുക. അതിപ്പോൾ 1 മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോഴേക്കന്നെ ആയി വരും. ഇപ്പോൾ ഈ ഒരു ലെയറും ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന് മുകളിൽ നമ്മൾ ആ ഒരു മുട്ടയുടെ ആ ഒരു ബാറ്ററും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് മൂടി വെക്കുക. എന്നിട്ട് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. ഇനി ലാസ്റ്റ് ലെയർ ഒഴിക്കാൻ പോവുകയാണേ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ആ ഒരു മൈദയുടെ ആ ഒരു മിക്സും കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ അടിയിലും അതേപോലെ ഏറ്റവും മുകളിലും ഈ ഒരു മൈദയുടെ ആ ഒരു ലെയർ തന്നെ വരാൻ നോക്കണേ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് നമുക്കതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തെടുത്തുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ.
അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഏത് നട്ട്സ് യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കേട്ടോ, ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ അതാ ഞാനൊരു 5 മിനിറ്റൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഇതിൽ നിന്ന് മാറ്റിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എന്താ വെച്ചാൽ ചെറുതല്ലേ വരുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊരു 10 സെക്കൻഡ് കൊണ്ടൊക്കെ ആയി വരും കേട്ടോ. പെട്ടെന്ന് തന്നെ ആയി വരും. ഇത് മൂടി വെച്ചിട്ട് ഒന്ന് 10 സെക്കൻഡ് നോക്കാം. അപ്പോൾ അതായി വന്നപ്പോൾ ഞാൻ ഒരു മുട്ടയുടെ മിക്സും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ലാസ്റ്റ് ലെയറും ഞാൻ ഇതുപോലെ ഒഴിച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. തണുത്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഇതിന്ന് ഇളക്കിയെടുക്കാൻ പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇളക്കുമ്പോഴേക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഇളകി പോരും കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ആവിക്ക് വെച്ച് വേവിച്ചെടുത്തത് തന്നെ അല്ലേ. അല്ലേ, നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇളകി പോരും. പതുക്കെ ഇതുപോലെ അങ്ങ് എടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സായിട്ട് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാകും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിലും ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണുമായി തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരിക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ അതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ അധികം പഞ്ചസാര ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാനും പറ്റും. ഒരു ലെയർ എന്തായാലും മധുരമില്ലാത്തതല്ലേ. പിന്നെ ഒരു ലെയർ മാത്രമേ ഉള്ളൂ അതിൽ ആ ഒരു മധുരമുള്ളത്. അപ്പോൾ കുറഞ്ഞൊരു മധുരം കേട്ടോ നമുക്ക് കഴിക്കുമ്പോൾ തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു നെയ്യടൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡ്ഡലി ചെമ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും അതിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അല്ലേ, ഇതുപോലെ നല്ല ലേസായിട്ടാണ് നമുക്ക് കിട്ടുക. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രത്യേക തരം ഒരു നെയ്യട കേട്ടോ. എന്തായാലും കണ്ണൂക്കാരുടെ സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് ലേയേഴ്സ് വരുന്നത് എന്നുള്ളത് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ അതിൽ നെയ്യ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് തന്നെ പ്രത്യേക ആ ലേയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. കഴിക്കാനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സെൻഡ് ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ നമുക്കത് കമ്മ്യൂണിറ്റി ടാബിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അയക്കാൻ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള റെസിപ്പീസ് കിച്ചണിൽ സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയ റെസിപ്പീസുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.